ഇന്ത്യൻ മാർക്കറ്റ് കുറച്ച് വീക്സ് ആയിട്ട് ഒരു കണ്ടിന്യൂസ് ഫോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട റീസൺസ് എന്ന് നോക്കിയാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസൺ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സെല്ലിംഗ് ആണ്. ഇന്ത്യൻ ഇക്വിറ്റീസ് ഓവർ ഹൈ വാല്യുവേഷൻ ആണെന്നുള്ള കൺസേണും അതുപോലെ തന്നെ ചൈന പോലെയുള്ള മാർക്കറ്റിൽ ചീപ്പർ ഓപ്ഷൻസ് അവൈലബിൾ ആവുന്നതുമാണ് ഈ സെല്ലിങ്ങിന്റെ റീസൺ. മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട്സ് ആണ്. കഴിഞ്ഞ ആഴ്ചകളിലായി വന്ന ക്വാർട്ടർലി റിസൾട്ട്സിൽ പല കമ്പനികളും റിപ്പോർട്ട് ചെയ്യുന്നത് സ്ലോ ഡൗൺ ഏർണിംഗ്സും വീക്ക് റവന്യൂ ഗ്രോത്തുമാണ്. ഇതേപോലെ തന്നെ ബാങ്കിങ് സെക്ടറും ഒരു പ്രഷറിലാണ്. മേജർ ബാങ്ക്സ് ആയിട്ടുള്ള ആക്സിസ് ബാങ്ക്, HDFC, SBI പോലെയുള്ളവ ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിക്ലൈനിങ് ആണ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ടോട്ടൽ ഗ്ലോബൽ മാർക്കറ്റ് ട്രെൻഡ്സും ഇന്ത്യൻ മാർക്കറ്റിന്റെ ഡിക്ലൈനിങ്ങിന് കാരണമാകുന്നുണ്ട്. അതായത് ഓയിൽ മാർക്കറ്റിന്റെ പ്രൈസിനുണ്ടാവുന്ന വോളറ്റിലിറ്റി, ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഗെയിനിങ് സ്ട്രെങ്ത് പോലെയുള്ള ഗ്ലോബൽ ഇവന്റ്സും മാർക്കറ്റിന്റെ ബേരിഷ് സെന്റിമെന്റ്സ് കണ്ടിന്യൂ ചെയ്യുന്നതിന് കാരണമാകുന്നു.